ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ചിട്ടായിരുന്നു. എന്തൊക്കെയാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിൻ്റെ മോഡേൺ ടെക്നോളജീസ്. ഓക്കെ, ബാങ്കിങ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിൽ 4 ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയണ ഹൈടെക് ബാങ്കിങ് ആണ്. ഹൈടെക് ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളൊരു 3rd ചാപ്റ്ററിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് മൊത്തം ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഈ ബാങ്കിങ് എന്ന് പറയുന്നത് 4th ചാപ്റ്ററിലാണ് നമുക്ക് ഈ നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ പറയുന്ന ഹൈടെക് ബാങ്കിങ്ങിനെ കുറിച്ച് പറയണത്. ഓക്കെ, അത് ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഹൈടെക് ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് അതിൽ പഠിക്കാം. MCR ചെക്സ് എന്താ, ATMs എന്താ, കോർ ബാങ്കിങ് എന്താ, EFT എന്താ, അല്ലെങ്കിൽ ECS എന്താ, ഒക്കെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. ഇനി ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കസ്റ്റമർ ഡെപ്പോസിറ്ററുടെ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രി ലൊക്കേറ്റ് ഔട്ട്സൈഡ് കൺട്രി, അതായത് ഓഫ് ഷോർ ബാങ്കിങ് വെച്ചാൽ ബാങ്ക് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദി കൺട്രി ഓഫ് എ റെസിഡൻസ് ഓഫ് ദി ഡെപ്പോസിറ്ററുടെ പുറത്താണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ആളാണ്, ഞാനത് സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഓഫ് ഷോർ ബാങ്കിങ്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ലീഗൽ അഡ്വാൻറ്റേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടാക്സ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലോ ടാക്സ് റേറ്റോ ഈ ഓഫ് ഷോർ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസി നമ്മൾ ഡെപ്പോസിറ്റിനും അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയൊക്കെ എന്താ പറയുക എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഓഫ് ഷോർ ബാങ്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് എക്കോണമിയും, അതായത് ക്രിമിനൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ടെറിട്ടറി ഗ്രൂപ്പ്സും. അപ്പോൾ ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത് മെനി ഇൻ്റർനാഷണൽ ഏജൻസീസ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമിനെ സഹായിക്കുന്നതൊക്കെ ചിലപ്പോൾ ഈ ഓഫ് ഷോർ നമ്മൾ അണ്ടർഗ്രൗണ്ട് എക്കോണമി ഒക്കെ ഉണ്ടാവാൻ കാരണമാണ്. അപ്പോൾ അതിനത്രയധികം എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഇനി ബാങ്കിങ് ഒബഡ്സ്മെൻ സ്കീം നമുക്കറിയാം. ബാങ്കിങ് ഒബഡ്സ്മെൻ സ്കീം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1995 ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. അത് 2 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ട് 2002 2006 റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഗ്രിവൻസ്, ബാങ്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സർവീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് പ്രാക്ടീസിൻ്റെ ഫ്രോഡ് എഗൻസ്റ്റ് കസ്റ്റമറുടെ ഗ്രിവൻസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിങ് ഒബഡ്സ്മെൻ സ്കീം എന്ന് പറഞ്ഞ സ്കീം RBI 2006 2002 റിവൈസ് ചെയ്തിട്ട് 1995 ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഈ കമ്മണ്ടർ എന്താണ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സും RRB ബാങ്ക്സൊക്കെ ഈ സ്കീമിന് കീഴിൽ വരുന്നതാണ്. ഈ സ്കീമിന് പ്രകാരം എന്തൊക്കെ കംപ്ലയിൻസ് ആണ് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെക്ക് ബിൽസിൻ്റെ കളക്ഷനിൽ ഡിലേ വരുന്ന പ്രോബ്ലംസ് നമുക്കിവിടെ റൈസ് ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സിനെ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്ത് നോ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്സ് കസ്റ്റമേഴ്സ് ചെയ്യുന്ന കേസസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് RBIയുടെ ഡയറക്ഷൻ പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, RBIയുടെ കംപ്ലയിൻറ്റ് പ്രകാരമല്ല, RBI പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിലല്ല ലോൺസ് കൊടുക്കുന്നതെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് പറയാം. നമുക്ക് ലോൺ കിട്ടാൻ സാങ്ഷൻ ചെയ്യാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ഒബഡ്സ്മെൻ സ്കീമിനും കംപ്ലയിൻറ്റ് ചെയ്യാം. അതുപോലെ എക്സ്പോർട്ട് പ്രോസസ്സ്, ഹാൻഡ്ലിങ് എക്സ്പോർട്ട് ബിൽസ്, ഇതിലെന്തെങ്കിലുമൊക്കെ ഡിലേ വരുമ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ബാങ്കിങ് ഒബഡ്സ്മെൻ സ്കീം എന്ന് പറയുന്നത് ബാങ്കിങ്ങിൻ്റെ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ അവരുടെ കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. 1995 തുടങ്ങി 2002 2006 അതിനെ റിവൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇതിനെ നമുക്കെന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്കീമാണ്. ഇതൊരു ഇൻഎക്സ്പെൻസീവ് വേയിൽ ക്വിക്ക് പ്രൊവിഷൻ കിട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ റിസോൾവ് ഗ്രിവൻസ് ഓഫ് കസ്റ്റമേഴ്സാണ് ബാങ്കിങ് ഒബഡ്സ്മെൻ സ്കീം എന്ന് പറയുന്നത്. ഇനി
അഞ്ചാമത്തെ കാര്യമാണ് പ്രൊവിഡന്റ് നോംസ് ഓൺ അസറ്റ് ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം നമ്മൾ ബാങ്ക് അഡ്വാൻസ് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഒരു വാല്യുബിളായ അസറ്റ്സിൻ്റെ ബേസിസിലാണ്. ഈ അസറ്റ്സിനെ പെർഫോമിംഗ് അസറ്റ്സ് എന്നും നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നും പറയും. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ ബാങ്കിന് അസറ്റ് വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ വണ്ടിയുടെ ആധാരമൊക്കെ കൊടുക്കും. അതിൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ അല്ലെങ്കിൽ അതിന് ഡിലേ വരിക, അതായത് ഡ്യൂ ആയിട്ട് ഓവർ ഡ്യൂ മോർ ദൻ 90 days ആണെങ്കിൽ, ഇഫ് എ ലോൺ റിമൈൻ ഓവർ ഡ്യൂ ഫോർ മോർ ദൻ 90 days, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്. ഇഫ് ദ ലോൺ റിമൈൻസ് overdue for more than 90 days, it is treated as non-performing asset. Okay. അപ്പോൾ ഏതെങ്കിലും, അതായത് നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പലോ റിമൈൻ ഓവർ ഡ്യൂ ആവുക. നമുക്ക് 90 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ മാസമായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ 3 മാസമായിട്ട് നമ്മൾ ഒരു ഇൻട്രസ്റ്റോ പ്രിൻസിപ്പലിലേക്കോ നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തതിന് അതിൽ റിമൈൻ ഓവർ ഡ്യൂ, ഇൻട്രസ്റ്റിലേക്ക് അടയ്ക്കുന്നില്ല, പ്രിൻസിപ്പലിലേക്ക് അടയ്ക്കാതെ ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സായി ക്ലാസിഫൈ ചെയ്യും. ഇങ്ങനെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടായാൽ അതിൻ്റെ ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ബാധിക്കും? പ്രോഫിറ്റ് കുറയും. അതുപോലെ തന്നെ ലോൺ റിസർവ് കൂട്ടി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസിന് അതായത് നമ്മളത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്കിനെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യും. അത് നമ്മളുടെ ലെൻഡിങ് ലിമിറ്റ്സ് നമുക്ക് കൊടുത്താൽ നമുക്ക് ബാങ്കിന് നമുക്കറിയാം ഇത്ര % അവർ അഡ്വാൻസ് കൊടുക്കുന്നവർ ഡെപ്പോസിറ്റ് ഇത്ര % ആണല്ലോ. അപ്പോൾ അത്രയും കിട്ടാതെ ആകുമ്പോൾ അവർക്ക് ലെൻഡിങ് കൊടുക്കാനുള്ള ലിമിറ്റ്സ് കൂടും. നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടായ ബാങ്കിൻ്റെ പെർഫോമൻസിനെയും ബാങ്കിൻ്റെ ഗുഡ് വില്ലിനെയും ബാങ്കിൻ്റെ ലോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റിയെയും അതുപോലെ ലോൺ റിസർവ് ഇൻക്രീസ് ചെയ്യുന്ന സാഹചര്യം വരും. ഓക്കെ. ഇനി ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിട്ടാണ്? ഒന്ന് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. നമുക്കറിയാം ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. അതായത് ബാങ്കിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഓഡിറ്ററോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻസ്പെക്ഷനിലോ ഏതെങ്കിലും അസറ്റ് ലോസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിനെ ലോസ് അസറ്റ്സ്. അത് പോയി. ഇപ്പോൾ ഒരു കാറാണ് എടുത്തിട്ട് ആ കാറ് നഷ്ടപ്പെട്ടു, അപ്പോൾ ലോസ് അസറ്റ്. എന്തുകൊണ്ട്? അതായത് ആ അസറ്റ്സ് നമ്മൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിൽ അസറ്റ്സ് ലോസായി ഫീൽ ചെയ്ത് ലോസ് അസറ്റായി. ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ റിമൈൻ, അതായത് 12 മാസം വരെ, അത് 90 ദിവസം വരെ ലോൺ അടച്ചില്ലെങ്കിൽ NPA ആവും. ആ NPA 90 ദിവസം മുതൽ 1 ഇയറിൻ്റെ ഉള്ളിലും 1 ഇയറിൻ്റെ ഉള്ളിൽ ഒറ്റ അടച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞിട്ട് അടച്ചു, 90 ദിവസം കഴിഞ്ഞു, അതിൻ്റെ 1 വർഷത്തിനുള്ളിൽ അടയ്ക്കാത്ത അസറ്റ്സുകളെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നും, 1 വർഷമായിട്ടേ ലോൺ അടയ്ക്കുന്നില്ലാത്ത ഒരു അസറ്റ്സാണെന്ന് വിചാരിക്കുക, അതിനെ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. ഓക്കെ. അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡൗട്ട്ഫുൾ അസറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ലോസ് അസറ്റ്സ്. അപ്പോൾ NPA 90 days ആണ്. 1 വർഷത്തിനുള്ളിൽ അടയ്ക്കാത്ത അസറ്റ്സുകളുടെ, ഇൻട്രസ്റ്റ് അടയ്ക്കാത്ത ലോണുകളുടെ അസറ്റ്സുകൾ നമ്മൾ എന്താ പറയുക? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. 1 വർഷത്തിന് കൂടി കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ അസറ്റ്സ്. നമ്മളൊരു ഓഡിറ്റിങ്ങിൽ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സംഭവമേ നടക്കില്ല. അതിൽ അസറ്റ്സ് ലോസ് ആയെങ്കിൽ നമ്മൾ ലോസ് അസറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ NPA കുറിച്ച് നമുക്ക് ഇത്രയാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവർ പറഞ്ഞില്ലേ, നമ്മളുടെ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നം, ബാങ്കിങ് അവരുടെ ബാങ്കിങ്ങിൻ്റെ, അതായത് അവരിപ്പോൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ അവർ ക്വാളിറ്റേറ്റീവ് ഫങ്ഷൻ പറയുമ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പറഞ്ഞൊരു കാര്യം പറയാറില്ല. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അതാണോ? അത് അല്ല. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് ബൈയും സെല്ലിംഗ് ആണ്. നമ്മളുടെ അതിൽ ഒരു കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിലും അതിന്, അതായത് വേരിങ് മാർജിൻ റിക്വയർമെൻറ്റ്, അതായത് അതാണ് ബാങ്കിങ്ങിൻ്റെ വേരിങ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. അതായത് ഇത്ര അതായത് നമ്മളൊരു അസറ്റിൻ്റെ ഇത്ര % മാത്രമാണ്, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 60% മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ, 40% ലാഭം നമ്മളത് ലോൺ കൊടുക്കില്ല. അപ്പോൾ വാല്യൂ എത്രത്തോളം
എത്രത്തോളം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ നിന്ന് ലോൺ സാങ്ഷൻ എമൗണ്ടിൽ വ്യത്യാസമാണ് മാർജിനൽ റിക്വയർമെൻറ്റ്, വേരിയും മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം സാധനം കൊടുക്കാൻ. ഓക്കെ, അപ്പം അസറ്റ്സിനെ നമുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അസറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ അവരാരും തിരിച്ചടയ്ക്കുന്നില്ല, 3 മാസത്തിലായിട്ട് ഒരു ലോൺ പോലെ അടയ്ക്കുന്നില്ലെങ്കിൽ, ഒരു പ്രിൻസിപ്പലിലേക്ക് ഇൻട്രസ്റ്റിലേക്ക് അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ NPA എന്ന് പറയും. ആ NPA 3 ക്ലാസിഫൈ ചെയ്യും. 90 ഡേയ്സ് മുതൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഒറ്റ ലോൺ അടയ്ക്കുന്നില്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നും, ഡൗട്ട്ഫുൾ അസറ്റ്സ് ആവുന്നത് 1 വർഷത്തിന് ശേഷം, അത് 1 വർഷമായിട്ടൊന്നും അടയ്ക്കുന്നില്ല എങ്കിൽ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നും. ഇനി അത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഭാഗത്തിൻ്റെ ഓഡിറ്റിൻ്റെ ഭാഗത്ത് ലോണിനെ ഒരു കാരണം ലോസായെന്ന് നമ്മൾ അവർ ഓഡിറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ ലോസ് അസറ്റ്സ് എന്നും പറയും. ഇനി NPA എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.